മുൻഗാമികളായ സാലിഹത്തുകളായ പെണ്ണുങ്ങൾ, ഉമ്മമാര്, ബാപ്പമാര്, അവർക്ക് അവരുടെ നിത്യജീവിതത്തിൽ ഉണ്ടായിരുന്നതാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഒരാൾ ദായിമായി കൊണ്ടുനടക്കുകയാണെങ്കിൽ അവന്റെ മുഖത്തിനൊരു പ്രത്യേക ഹൈബത്ത് ഉണ്ടാവും. അവനോട് ആ ഒരു വൃത്തിയോട് ഒരാൾക്ക് പറയാൻ പറ്റൂല. ഒരു സിനിമാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇവന്റെ വരുന്നുണ്ട്, അവർ നിർത്തും. എൻ്റെ ഓൻ കേൾക്കാൻ പാടില്ല. ഓന് പ്രായം, ഇവിടെയൊക്കെ പ്രായം തന്നെയാണ്, പക്ഷെ അവന്റെ മുഖത്തൊരു പ്രത്യേക ഹൈബത്തുണ്ട്. മനസ്സിലായില്ലേ? ഈ ഹൈബത്ത് അല്ലാഹു തആല ബിസ്മിന്ന് കൊടുത്തിട്ടുണ്ട്. പലതിൽ നിന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് എന്ത്? ബിസ്മി. റസഖല്ലാഹു ലഹുൽ ബിസ്മി ഒരാൾ അധികരിപ്പിച്ചാൽ റസഖല്ലാഹു ലഹുൽ ഹൈബ, അല്ലാഹു അദ്ദേഹത്തിന്റെ മുഖത്തിനൊരു ഗാംഭീര്യം കൊടുക്കും. പിന്നെ ആ ഗാംഭീര്യം അമ്മാക്കും ബാപ്പാക്കും ഉണ്ടായാൽ തന്നെ കുട്ടികൾ നിയന്ത്രിക്കപ്പെടും. ഇന്നിപ്പോ കുട്ടികളോട് പറഞ്ഞാൽ കേൾക്കൂല. കാരണം ഇങ്ങനത്തെ ഒരു ഹൈബത്ത് മുഖത്ത് ബാപ്പാക്കും ഇല്ല, അമ്മാക്കും ഇല്ല. ബാപ്പ സിനിമ പോയി കണ്ടു വന്നിട്ട് നല്ല സാറിൻ്റെടാ ഇജ്ജ് പോണില്ലേ എന്ന് ചോദിച്ച ബാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട്. ചൊവ്വയിൽ എലോൺ മസ്ക് 2030 ആകുമ്പോഴത്തേന് കോളേജ് തുടങ്ങുമെന്നറിയും. 10 ലക്ഷം ആളുകളെങ്കിലും 2030 ആകുമ്പോഴത്തേന് ചൊവ്വയിലേക്ക് എത്തിക്കുന്നതാണ് എലോൺ മസ്ക് പറയുന്നത്. അത് നമുക്കൊക്കെ അറിയും. ഇതറിയില്ല. ഒരാൾ ഇതുവരെയും കയറിയിട്ടില്ല. ഒരാൾ ഇതുവരെ ചൊവ്വയിലെത്തിയിട്ടില്ല. 2030 ആകുമ്പോഴത്തിന് എലോൺ മസ്ക് പറയുന്നത് 2030 ആകുമ്പോഴത്തിന് ചൊവ്വയിൽ മനുഷ്യരുടെ കോളനി തുടങ്ങും. 10 ലക്ഷം ആളുകളെങ്കിലും 2030 കയറ്റും. അപ്പൊ ഭൂമിയിൽ ചൂട് കൂടിയാൽ ബേജാറാണ്ട. അവിടെ ചൂടില്ലാത്തതുകൊണ്ട് കമ്പിളി കൊണ്ടുപോയാൽ മതി. അപ്പൊ ഞാൻ എല്ലാവരും കമ്പിളി വാങ്ങുന്ന തിരക്കിലാണ്. എവിടേക്ക് പറയേ? ചൊവ്വയിലേക്ക് പോകണം. ചൊവ്വ എവിടെയാണ്? സൂര്യനിൽ നിന്ന് 2 കോടി കിലോമീറ്റർ അപ്പുറത്ത്. പോയിക്കോ. പക്ഷെ മാങ്ങക്ക് വിട്ടത് തേങ്ങക്കും കൊള്ളാം. ഭൂമിന്ന് 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യൻ എന്നാണ് എലോൺ മസ്ക് ഒക്കെ പറയുന്നത്. പിന്നെ 2 കോടി പോകണം. എങ്ങോട്ട്? ചൊവ്വയിലേക്ക്. ഇതുവരെ ഒരാൾ പോയിട്ടില്ല. 2024 ആവും ചെയ്തു. ഇനി 10 ലക്ഷം ആളെ കയറ്റണം. എവിടെ? ചൊവ്വ എവിടെ? സൂര്യൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചേരം ഇരുന്ന് ഒരു ചായ കുടിച്ചിട്ട് പിന്നെയും പോണം. എത്ര? 2 കോടി കിലോമീറ്റർ. അള്ളാനെ വിശ്വസിക്കൂല, ഈ വിട്ടികളെ വിശ്വസിക്കും. അള്ളാഹ് പറഞ്ഞാൽ വിശ്വസിക്കൂല, എലോൺ മസ്ക് പറഞ്ഞാൽ വിശ്വസിക്കും. എന്തൊരു കൗമാണ്! 5 വക്ത് നിസ്കരിക്കുന്നവർക്കാണ് അള്ളാഹ് വിശ്വാസമല്ല. അറബികൾ ഇരിക്കുന്ന ഒരു മജ്‌ലിസിൽ എലോൺ മസ്ക് ഇത് പറയുമ്പോൾ അറബികൾ കരഘോഷത്തിൽ കൈയടിച്ചിട്ട് ഇത് സ്വീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒക്കെ താടിയുള്ളവരാണ്, നിസ്കാര സാമ്പുള്ളവരാണ്, മൂടക്കുപ്പായിട്ട പെണ്ണുങ്ങളും എല്ലാവരും. നമ്മൾ പോവും. സൂര്യൻ ഭൂമിയിൽ ചൂട് കൂടാൻ നമുക്ക് പേടില്ല. നമ്മളവിടെ പോവും, കമ്പിളി വാങ്ങി ചൊവ്വിക്കും. ചൊവ്വയ്ക്കോ നാളെ ഒരു ചൊവ്വയാണല്ലോ, ഇന്ന് തിങ്കളാണ്. അപ്പൊ നാളെ തന്നെ നാളെ ഒരു ചൊവ്വ ഉണ്ടല്ലോ. ചൊവ്വ തീരൂല, ചൊവ്വയെ പോകാം. അള്ളാഹു പറഞ്ഞ മനുഷ്യർ വിശ്വസിക്കൂല. വിഷ്ണു പുരാണത്തിലുണ്ടൊരു വാക്ക്. ഞാൻ ഈ കൊല്ലം ഹൈന്ദവ വേദങ്ങൾ കുറെ പഠിച്ചു. വിഷ്ണു പുരാണത്തിലൊരു വാക്കുണ്ട്. ലോകാവസാനം അടുത്താൽ ഒരാൾ കട്ടിൽ കിടക്കും, മരണാസന്നനാവും. ദൈവമേ എന്ന് പറഞ്ഞാൽ താൻ രക്ഷപ്പെടുമെന്ന് അയാൾക്കറിയും, പക്ഷെ പറയില്ല. മനസ്സിലായില്ല? ലോകാവസാനം അടുക്കുന്ന കാലത്ത് ഒരാൾ രോഗിയായി കട്ടിൽ കിടക്കിയിരിക്കും. അയാൾക്കറിയാം ദൈവമേന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, പക്ഷെ അയാൾ ദൈവമേന്ന് പറയില്ല. എന്തുകൊണ്ട്? പറയാൻ പറ്റൂല. എന്തുകൊണ്ട് പറയാം? എന്തുകൊണ്ട്? അയാളൊരു സമൂഹത്തിന്റെ പരിസരത്തായിരിക്കും. ദൈവമേന്ന് പറഞ്ഞു ഇവരിട്ടോളും. മക്കളൊക്കെ നിരീശ്വരവാദിയായിരിക്കും. നമ്മളിൻ്റെ കൂടെ അല്ല. അപ്പൊ അച്ഛനെ പോറ്റണം. ഇവര് ചിലപ്പോൾ അച്ഛനിട്ട് പോവും. ഇപ്പോഴും അച്ഛൻ പഴയ അന്ധവിശ്വാസത്തിലാണ്. ഈ അച്ഛനെ നമ്മൾ നോക്കിയിട്ട് എന്താ കാര്യം?
അച്ഛനെ വലിയ ട്രോളും. അച്ഛന് ആ ദൈവമേ എന്ന് പറഞ്ഞത് ഒരു വാട്സപ്പിലിടും കളിയാക്കാൻ. അപ്പോൾ മക്കൾ കളിയാക്കി മരിക്കേണ്ടി വരും. അപ്പം അച്ഛനത് പറയില്ല. വിഷ്ണു പുരാണത്തിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇക്കൊല്ലം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ നമ്മുടെ ഒരു പുസ്തകം 2024 വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി റീവർക്ക് ചെയ്യാനേ ഉള്ളൂ. ആ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങുന്ന 12 പുസ്തകവും കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. 2 പുസ്തകം ഈ ഏപ്രിൽ ഇറങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറയാ, മനസ്സിലായില്ലേ? വിഷ്ണു പുരാണത്തിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ലോകാവസാനം അടുക്കുമ്പോൾ മനുഷ്യര് ദൈവമേന്ന് പോലും പറയൂല. ദൈവമേന്ന് പറയില്ല, അവർക്ക് കഴിയില്ല. അവനറിയും ഇയാളൊരു പക്ഷെ വിശ്വാസിയായിരിക്കും. അയാൾക്കറിയും ദൈവമേന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. പക്ഷെ ദൈവമേന്ന് അയാൾ പറയൂല. എന്തുകൊണ്ട്? പരിസരത്തെ ആളുകൾ മുഴുവൻ എതിരായിരിക്കും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ട്രോളും. ഇനി നിങ്ങളെന്തിനാ പഠിക്കുന്നത്? ഇപ്പം കറാമത്തൊക്കെ കുറക്കുക എന്നാണ് ഇപ്പം കൊല്ലം പറയുന്നത്. അടുത്തൊല്ലം ഇതിനേക്കാൾ അവിശ്വാസികളാവും. അപ്പം നമ്മൾ കുറച്ചും കൂടി കുറക്കും. പിന്നെ മുഅജ്ജത്തിലേക്ക് എടുക്കും, പലതും കുറക്കും. ചില മുഅജ്ജത്തുകൾ, റസൂലുള്ളാഹിന്റെ മുഅജ്ജത്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ചില മുഅജ്ജത്തുകൾ ജനങ്ങളോട് പറഞ്ഞാൽ ട്രോളുന്ന, അത് എഴുതി പറയാതിരിക്കുക. ഇതൊക്കെ പറയാതെ കറാമത്ത് പറയാൻ പറ്റാതെ പ്രശ്നം ജനം ഉൾക്കൊള്ളൂല എന്നതിൻ്റെ പേരിൽ കറാമത്ത് പറയാൻ പറ്റൂലെങ്കിൽ ജനം ഉൾക്കൊള്ളാത്ത മുഅജ്ജത്ത് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വെട്ടൽ തുടങ്ങും. പിന്നെ നമ്മൾ തന്നെ പറയാൻ തുടങ്ങും ഖുർആനിൽ പണ്ട് ചിലതൊക്കെ എഴുതി കൂട്ടിയിട്ടുണ്ട്. അതൊന്നുമില്ല. നിസ്കരിക്കാൻ പോലിക്കാം, പള്ളി തുറക്കാം, നിസ്കരിക്കാൻ ഇറങ്ങാം. എലോൺ മസ്കിന്റെ കമ്പിളി പതിപ്പ് വാങ്ങി നിൽക്കുക. കമ്പിളി പതിപ്പ് വാങ്ങണ നേരത്തെ എലോൺ മസ്ക് എത്താൻ നേരം വയ്യാൽ പങ്കൊടുത്ത ഒന്നും നിസ്കരിക്കുക. നിങ്ങൾക്കൊക്കെ വേറെ പണിക്കുമ്പോൾ ഗുണങ്ങന്മാർ എന്തിനടാ ഈ നിസ്കാരം? അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത നിസ്കാരം എന്ത് ഉപകാരമാണ്? 50 കൊല്ലം മുമ്പുള്ള കള്ളുകുടിയൻ്റെ ഈമാനാണ് ഇന്നത്തെ നിസ്കാരക്കാരനേക്കാൾ നല്ലത്. നിങ്ങൾ കണ്ടെടുത്ത് കൂട്ടിക്കൂടി. ഞാനത് പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ 90% ആളുകളെക്കാളും എനിക്കിഷ്ടം, ഇന്ന് നമ്മൾ ആബിദീങ്ങളാന്ന് പറഞ്ഞു നടക്കുന്ന 90%ത്തെക്കാളും എനിക്കിഷ്ടവും വിശ്വാസവും 50 കൊല്ലം മുമ്പുള്ള കള്ളുടിയനാണ്. 50 കൊല്ലം മുമ്പുള്ള കള്ളുടിയന് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. വിശ്വാസ കള്ളുടിയവൻ്റെ ഷെഹൂത്തിനെ പറ്റി ഈ ആഴ്ച എവിടെ ഒരു ക്ലാസ് പറഞ്ഞല്ലോ. എവിടെ പറഞ്ഞു? വെള്ളിയാഴ്ച പറഞ്ഞു. അതാണ് ഷെഹൂത്തല്ലേ? തെറ്റല്ലേ? തെറ്റാണ്. റഹീമ റബ്ബുണ്ടല്ലോ. കള്ളുടിക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. എന്നാലും അള്ളാഹ് വിശ്വാസമുണ്ട്, അള്ളാഹ് ഉറച്ച വിശ്വാസമുണ്ട്. പക്ഷെ ഷെഹൂത്തോടെ കള്ളുടിച്ചു പോയി. ഉറച്ച വിശ്വാസമാണ് ആരിൽ? അള്ളാഹുവിൽ. എൻ്റെ പാപ്പ പറഞ്ഞിരുന്നൊരു സംഭവമുണ്ട്. ഈ സനദിനോട് ചോദിക്കരുത്. എൻ്റെ പാപ്പ പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാപ്പാക്ക് പരിചയ വ്യക്തി കള്ളുടിയനായിരുന്നു. കള്ള് ഷാപ്പിൽ കള്ള് കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെള്ളക്കുപ്പായത്തിൽ നല്ല നീലം മുക്കിയ വെള്ളക്കുപ്പായം, കൈ നീട്ടിയ വെള്ളക്കുപ്പായം, വെള്ളത്തുണി, പിന്നെ ഒരു അലക്കി തോർത്ത അല്ലെങ്കിൽ നീലം മുക്കിയ ഒരു അലക്ക് തോർത്തും തലയിലും കെട്ടിയിട്ട് ഒരുത്ത കള്ള് ഷാപ്പിലേക്ക് കയറി. അപ്പം ഈ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ എണീറ്റിട്ട് അടിച്ച് നമുക്ക് ഇക്കൊല്ലത്തിലെ കള്ള് ഷാപ്പ് കയറേണ്ടത് അള്ളാഹിന്റെ ദീനിനെ പറയിപ്പിക്കാൻ. എൻ്റെ വാപ്പ പറയും അവൻ ആ വാക്കുകൊണ്ട് അള്ളാഹ് സ്വർഗത്തിൽ കടത്താക്കും. കാരണം എന്തുകൊണ്ട്? അത് വാക്കല്ലേ, ചെറിയ വാക്കാണോ? എടാ കള്ളുടിക്കണമെങ്കിൽ ഇന്നെപ്പോലെ കള്ളുടിക്കടാ. അള്ളാഹിന്റെ ദീനിനെ പറയിപ്പിക്കാം. എൻ്റെ കോല കണ്ടിറങ്ങിയ മുസ്ലിമാണ്, എന്നെ കൊണ്ടാ എന്താ തിരിയില്ല. അപ്പൊ അയാൾക്ക് അവിടെ ബഹുമാനം ഉണ്ടല്ലോ. എന്തിനോട്? അള്ളാഹിനെ പറയിപ്പിക്കല്ലേ? നിങ്ങൾ വെള്ള തുണിയും വെള്ളക്കുപ്പായം നീളം കൈയൊക്കെ ഇട്ട് ഒരു അലക്ക് തോർത്തും കെട്ടി എന്നാൽ ശരി മൂല്യല്ലേ എന്നെ കണ്ടാല് ജംക്കാണെങ്കിലും ഇത് കണ്ട മനുഷ്യന്മാരെ നയിക്കാം. മൂല്യന്മാരും കൾ കൊടുക്കണ്ടല്ലോ വിചാരിക്കുക. അള്ളാഹ് നീനെ പറയിപ്പിക്കലെങ്കിൽ അവിടെ അടിച്ച് കളി ഷാപ്പെന്ന്. ഇതിൻ്റെ ബാപ്പനോട്
എത്രയോ തവണ പറഞ്ഞ സംഭവം. ആ വ്യക്തിയുടെ പേരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാം, അതും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവരെ കുടുംബക്കാരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവുമല്ലോ, അവർക്ക് വിഷമം ഉണ്ടാകുന്നില്ല, ഞാൻ പറയാതെക്കാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തിയുടെ പേരും ബാബനോട് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. മനസ്സിലായില്ലേ? ചിന്തിക്കാൻ. അപ്പം 50 കൊല്ലം മുമ്പുള്ള കള്ളുകുടിയന്റെ മനസ്സിൽ എന്തുണ്ട്? അള്ളാന്നൊരു ഉറപ്പുണ്ട്. ഇന്ന് നിസ്കരിക്കണോന്റെ മനസ്സിൽ അള്ളാന്ന് ഉറപ്പില്ല. എങ്ങാനും മനുഷ്യരിൽ ചെല്ലുമ്പോൾ അള്ള ഉണ്ടെങ്കിൽ കുടുങ്ങണ്ടെന്ന് വിചാരിച്ച് നിസ്കരിക്കണം. മനസ്സിലായില്ല? അങ്ങനെ ഉണ്ടല്ലോ ചില സാധനങ്ങൾ. വയസ്സന്മാരുണ്ടല്ലോ, വല്ല കുടക്കമ്പിയോ മറ്റോ ഒരു ഏരിയലിന്റെ കമ്പിയോ എന്ത് കണ്ടാലും അവർ പേരൻ്റെ മൂലൊക്കെ കൊണ്ടുവയ്ക്കും. എന്തിനാ വലിപ്പങ്ങൾ കൊണ്ടാണ്? ഒന്നുമല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ. ആവശ്യം മൂപ്പർക്ക് അറിയില്ല, ആവശ്യം ഉണ്ടാകുന്ന ഉറപ്പില്ല. ഞാൻ ആവശ്യം വന്നാൽ, മനസ്സിലായില്ല, ഒരു ഏരിയലിന്റെ കമ്പിക്ക് ആവശ്യം വന്നാൽ കുടുങ്ങണ്ട, അത്രേ ഉള്ളൂ. അതന്നെ നമ്മൾ നമസ്കാരം. നമുക്ക് അള്ളാണ്ട് ഉറപ്പൊന്നുമില്ല, ഉണ്ടാകുകയാണെങ്കിൽ കുടുങ്ങണ്ട. അപ്പോൾ നോക്കൂ നിങ്ങൾ, بقلب خالص من رياء فقال بسم الله الرحمن الرحيم سقيته من هذه الانهار. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ ബിസ്മിയും കൊണ്ട് ഒരാൾ നടന്നാൽ ഈ പുഴകളിൽ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു പറഞ്ഞു. ആ രാത്രി ആരോട് പറ? ആരോട്? ഉറക്കെ പറ. മുത്ത് മുഹമ്മദ് മുസ്തഫ വഫിൽ ഹദീസി. ഞാൻ ബാക്കി വഫിൽ ഹദീസി, ഹദീസിലുണ്ട്. ശ്രദ്ധിക്കണം. ലാ യുറദ്ദു ദുആഉൻ അവ്വലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ദുആന്റെ ഇതിപ്പം ഒരു പഠിച്ചവരോട് പറഞ്ഞാൽ പോലും സ്വീകരിക്കൂല. ഒരു സദസ്സിൽ പറയുന്നത് ഞാൻ കേട്ടു, ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. ദുആ എന്തിനാ ബിസ്മിയും കൊണ്ട് തുടങ്ങുന്നത്? അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങിയപ്പോലെ. അങ്ങനെയല്ലേ നമ്മളൊക്കെ ദ്വാരക്കുന്നു? ഇസ്മായിൽ ഹക്കിൽ ബറൂസവി തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാന്റെ 1-ാം വാള്യത്തിൽ പറയാം, വഫിൽ ഹദീസിലുണ്ട് ലാ യുറദ്ദു ദുആഉൻ. അർത്ഥം നോക്കി, ഒരു ദുആവും തള്ളപ്പെടുകയില്ല. അവ്വലുഹു, ആ ദുആ ആണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണെങ്കിൽ ആ ദുആ തള്ളപ്പെടൂല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ നമ്മൾ ഇത് പഠിച്ചത് മുതൽ ഞാൻ ബിസ്മി കൊണ്ടല്ലാത്തൊരു ദുആ ചെയ്തിട്ടില്ല. പക്ഷെ മനുഷ്യന്മാരെ കയറുന്നില്ല. ബിസ്മി അള്ളാന്റെ ഹബീബിന്റെ വഹി എന്നല്ല ഇപ്പൊ ഈ ദുആ. ആ വഹീന്റെ ആദ്യത്തെ വഹി എന്താ? ബിസ്മി. ലാ യുറദ്ദു ദുആഉൻ. ഞാനല്ല പറയണത്, നമ്മളെപ്പോലത്തെ ഒരാളുമല്ല. ഇസ്മായിൽ ഹക്കിൽ ബറൂസവി തങ്ങൾ സുന്നിയല്ലാതെ സുന്നിയൊക്കെ പറയാൻ പറ്റുമോ? ആലിമല്ലാതെ പറയാൻ പറ്റുമോ? ആരോ പറഞ്ഞോട്ടെ, നമുക്ക് പറയാൻ പറ്റൂലല്ലോ. നമ്മളെ നേതാക്കന്മാരിൽപ്പെട്ട നേതാവല്ലേ, നമ്മളെ ഇമാമിങ്ങൾപ്പെട്ട ഇമാമല്ലേ ആര്? ഇസ്മായിൽ ഹക്കിൽ ബറൂസവി റളിയല്ലാഹു അൻഹു. അവരുടെ കിതാബ് റൂഹുൽ ബയാൻ എന്റെ 1-ാം വാള്യത്തിൽ ബിസ്മിയുടെ വ്യാഖ്യാനം ഞാൻ വായിക്കുന്നത്. അവര് പറയാണ് വഫിൽ ഹദീസി, ഹദീസിലുണ്ട് ലാ യുറദ്ദു ദുആഉൻ, ഒരു ദുആഉം തള്ളപ്പെടുകയില്ല. അവ്വലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന്റെ തുടക്കം ബിസ്മി ആണെങ്കിൽ ആ ദുആ തള്ളപ്പെടുകയില്ല. ആ ദുആന്റെ തുടക്കം അള്ളാന്റെ പേര് പറഞ്ഞോളീന്നല്ല, അങ്ങനെയല്ല. എങ്ങനെ പറഞ്ഞു? അവ്വലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ യുറദ്ദു ദുആഉൻ അവ്വലുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ബിസ്മി എവിടെയും അതിന് എവിടെയെന്ന് പറയേണ്ടതില്ല. ഈത്ത് ഖൈർ. ഇരിക്കപ്പങ്ങൾ ഇവിടെ ഇരുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എണീറ്റു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പോയി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എവിടെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നമ്മളൊരു സിമ്പലാണ്. അതെവിടെയും അത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ രഹസ്യമാണ്. അത് അള്ളാഹിന്റെ മൊത്തം ആസ്മാവിന്റെ രഹസ്യമാണ്. പറഞ്ഞില്ലേ, അല്ലാഹു തആലക്ക് 3000 പേരുകളുണ്ട്. ആ 3000 പേരുകൾ ഉള്ളടങ്ങിയ വാക്കാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നലെ ഞങ്ങൾക്ക് വായിച്ചു തന്നു എന്ത്? ആയത്തുൻ തളമ്മനത് ജമീഅ ശർഈ, എല്ലാ ശരീഅത്ത് നിയമവും എന്തിന്റെ ഉള്ളിലുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ ശരീഅത്ത് നിയമങ്ങളും ഉണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നിപ്പോ നമ്മൾ പഠിച്ചു
അള്ളാഹുവിന് 3000 പേരുകളുണ്ട്. ആ 3000 പേരുകളും ഉള്ളടങ്ങിയിട്ടുണ്ട് എന്തിന്റെ ഉള്ളിൽ? ബിസ്മില്ലാ. അതിൽ ഏത് പേര് വരുന്നുണ്ട്? അള്ളാഹു മാറ്റിച്ചൊരു പേര്, അത് അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുത്തിട്ടില്ല, അതും ഇതിനുള്ളിലുണ്ട്. മനസ്സിലായില്ല? 1000 പേര് മലക്കുകൾക്ക് മാത്രം അറിയുന്നത്, 1000 പേര് അമ്പിയാക്കൾക്ക് പുറത്തു പറയാതെ അമ്പിയാക്കൾക്ക് മാത്രം അറിയിച്ചു കൊടുത്തത്. 300 പേര് തൗറാത്തില്, 300 സബൂറില്, 300 ഇഞ്ചീലില്, 99 പരിശുദ്ധ ഖുർആനില്. മനസ്സിലായില്ലേ? ഈ 3000 പേര്, ഈ 3000ത്തിന് അപ്പുറത്തൊരു പേര് ഒരാൾ കണ്ടുപിടിച്ചാലും അതുണ്ടാകാം. ഈ തെരഞ്ഞെടുക്കപ്പെട്ട 3000 പേര് അതിനർത്ഥമുള്ളൂ. ഇനി 3000-ത്തിനേക്കാൾ കൂടുതൽ പേരുണ്ടായാലും അതൊന്നും തെറ്റല്ല. ഇനി അപ്പുറത്തൊരു പേര് ഖുർആനിൽ ഒരാൾ കണ്ടെത്തി ഒന്നും തെറ്റല്ല. തെരഞ്ഞെടുക്കപ്പെട്ട 99 അതാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ ഒരു പേര്, അപ്പൊ 1000, 1000, 300, 300, 300, അപ്പൊ 2900. 99 ഖുർആനിൽ, അപ്പൊ 2999. ഒരു പേര് അല്ലാഹു തആല ഇസ്തഗ്ഫറ അല്ലാഹു ലിനഫ്സി, അല്ലാഹു വേറിട്ട് എടുത്തു വെച്ചത് ഒരു രഹസ്യമാക്കിയിട്ട്. അപ്പൊ എത്രയായി? ഈ 3000, അതായത് ഈ 2999 പിന്നെ ആർക്കും അറിയിച്ചു കൊടുക്കാത്തൊരു പേരുണ്ട്, അതും എല്ലാം എന്തിനുള്ളിലുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൽ നിന്നാണ് സ്വർഗത്തിന്റെ പുഴ ഉത്ഭവിക്കണമെങ്കിൽ ഇത് എത്രയോ കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വാക്ക്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അതാണ് ഈ അത്ഭുതങ്ങളൊക്കെ നബിയെ കണ്ട്. عجائب عالم الملكوت وسرائر الناسوت والجبروت عينا مدرس مسجد اللاهوت كم من لدنين هواه علوما صلوا عليه وسلموا تسليما. ബഹുമാനപ്പെട്ട ഇമാം പൂനി തങ്ങൾ പറയാണ്, അഹ്മദുൽ പൂനി തങ്ങൾ തന്റെ ത്വായിഫുൽ ഇശാറാത്തിൽ പറയുന്നുണ്ട്, അന്ന ശജറത്തുൽ വുജൂദി, വുജൂദിന്റെ മരം തന്നെ തഫറഅത് അൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഒരു വുജൂദിന്റെ മരമുണ്ട്. ആ മരത്തിനെ പറ്റി ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഒരു മരത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? മസലു കലിമത്തിൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. മനസ്സിലായി? ഒരു വുജൂദിന്റെ മരമുണ്ട്. ചില മരം എന്ന് പറഞ്ഞു, ചിലത് ദൈത്തു എന്ന് പറഞ്ഞു, അങ്ങനെയുണ്ട്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറക. ഒരു മുബാറക്കത്തായ ആ മരത്തിന്റെ എണ്ണയാണ് നമ്മളെ കൽബിൽ വരേണ്ടത്. അപ്പോഴേ അവിടെ ഈമാന്റെ വിളക്ക് കത്തുള്ളൂ. ഒരു മനുഷ്യന്റെ മനസ്സിൽ ആ മരത്തിന്റെ ഒരു ലാഞ്ചന എത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കാൻ അവന് കഴിയുകയില്ല. പിന്നെ കൽബിൽ ആ മരം ഉണങ്ങരുത്. ആ മരത്തോടുകൂടി അള്ളാഹ് നമ്മളെ ജനിപ്പിച്ച് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, അത് ആ മരമാണ്. ആ മരം ഇവിടെ ഉണ്ടാവും. ആ മരം ഉണങ്ങരുത്. ഉണങ്ങിയാൽ ഈമാൻ നഷ്ടപ്പെടും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ആ മരം ഉണങ്ങുന്നിടത്തേക്ക് യാത്ര ചെയ്യരുത്. ഒരാളിനോട്, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരാൾ 2-4 കൊല്ലം മുമ്പ് ചോദിച്ചു, ജപ്പാനിൽ ഒരു ജോലി കിട്ടും, ഒരു ഡിഗ്രി പഠിക്കാൻ പോവുകയാണ്, ഒരു പ്രത്യേക വിഷയം പഠിക്കാൻ പോവുകയാണ്, അതിന് സ്റ്റൈപ്പൻഡ് കിട്ടും. ഇവിടെ ജോലിക്ക് എടുക്കുന്നതിനേക്കാളും വലിയ ശമ്പളത്തിനേക്കാളും വലിയ സ്റ്റൈപ്പൻഡ് കിട്ടും ജപ്പാനിൽ നിന്ന്. ഞാൻ പോട്ടെ, പോയിക്കോ. പക്ഷേ പള്ളിയില്ല, ജുമാഅത്തൂല, 2 കൊല്ലം. മനസ്സിലായില്ലേ പറഞ്ഞത്? 2 കൊല്ലം ജുമാ നിസ്കാരിക്കാൻ പറ്റൂല. അവിടെ ജുമാ ഇല്ല. ജുമാ പരിസരത്തൊന്നും കിട്ടുന്ന നാടുമില്ല. മുസ്ലിമീങ്ങൾ കൂടിയിട്ട് ജുമാ നിസ്കരിക്കാം റൂമിൽ പോലും. അങ്ങനെ മുസ്ലിമീങ്ങളും ഇല്ല. മനസ്സിലായില്ലേ? 1-2 ലക്ഷങ്ങൾ സ്റ്റൈപ്പൻഡ് കിട്ടും. അത് കിട്ടിയാൽ പിന്നെ ലോകത്ത് ഉന്നതമായ യൂണിവേഴ്സിറ്റികൾ ജോലി കിട്ടും. വലിയ വലിയ ലക്ഷങ്ങൾ. പോട്ടെ, പോണ്ട. ഞാനോട് പറഞ്ഞു പോണ്ട. ഞാൻ പറഞ്ഞിട്ട് പോണ്ട. എനിക്കല്ലാതെ കൂടുതൽ ഏൽക്കാൻ കഴിയൂല. ഞാൻ പറഞ്ഞു പോണ്ടേ. നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാല്യക്കാരൻ എന്നോട് പറഞ്ഞു, പോട്ടെ, പോകണ്ട. എന്തുകൊണ്ട്? ഓരോ ദിവസം 10 ലക്ഷം കിട്ടുന്നതിനേക്കാൾ വലുതാണ് എന്ത്? അള്ളാന്റെ ദീന്. ആ കൊമ്പോടെ ഉണങ്ങും. ആ കൊമ്പ് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 1 കോടി, 10 കോടി, 100 കോടി. ഒരാൾ 100 കോടി തരാ, ജുമാ നിർത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർത്തുമോ? അല്ല, നിങ്ങൾ നിർത്തുമോ?
നിങ്ങൾ നിർത്തൂ. നിർത്തൂല, നിങ്ങൾ നിർത്തൂല. എനിക്ക് നിങ്ങളറിയാം, നിങ്ങൾ നിർത്തൂല, ഞാൻ നിർത്തൂല. ഇൻഷാ അല്ലാഹ് 100 കോടി ഉറുപ്പിക കിട്ടിയാൽ ആയുസ്സിൽ നമുക്ക് മതിയാവില്ലേ? പറയും മനുഷ്യ. 100 കോടി ഉറുപ്പിക തരാം, ജുമാ നിർത്തിക്കളാം, നീ ജുമാക്ക് പോകരുത് നിങ്ങളോട് പറഞ്ഞാൽ നിർത്തുവോ? പറയടോ, നിർത്തുവോ? എന്ത് നിർത്തുന്നു? പണി നോക്കടാ, ഞാൻ പട്ടിണി നടന്നോളാം, ജുമാ നിർത്തൂല. സത്യല്ലേ? ഒരു മുമ്പിനെ നിർത്തൂല. നിർത്തിയ നിങ്ങളെ ഈ വെളിച്ചങ്ങളെ മുഖത്തുണ്ടാവില്ല. നിങ്ങളെ മുഖത്ത് കാണുന്ന വെളിച്ചം അതിൻ്റെ വെളിച്ചാണ്. അൽ ജുമാഅത്ത് നൂറും അല്ലേ, പ്രകാശല്ലേ? ഒരു ജുമാ അടുത്ത ജുമാ വരെയുള്ള പ്രകാശല്ലേ? അല്ലാഹു തആല നമുക്ക് തരട്ടെ. അത് ഇവിടുന്ന് വരികയാണ്. അത് ഒറ്റിപ്പോയാലോ, അത് ഉണങ്ങിപ്പോയാലോ? മനസ്സിലായില്ലേ? ചിന്തിക്കണം, ചിന്തിക്ക്. അപ്പോൾ ഷജറത്തുൽ വജൂദിന്റെ ഒരു മരമുണ്ട്. തഫറഅൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅന്നൽ ആലമ കുല്ലഹു ഖായിമുൻ ബിഹാ ജുംലതൻ വതഫ്സീലാ. സുബ്ഹാനല്ലാഹ്. പഠിച്ചോനെ ഞാൻ എന്തായി കാണുന്നത്? യാ അല്ലാഹ്. ഇമാം ബൂനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വ്യാഖ്യാനം ഇവിടെ തഫ്സീറുൽ റൂഹുൽ ബയാനിൽ കൊണ്ടുവരികയാണ്. എന്താ പറയുന്നത്? ബൂനി ഇമാം പറഞ്ഞിട്ടുണ്ട്, വുജൂദിന്റെ മരം എവിടുന്ന് ഉണ്ടായതാണ്? പറയ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്ന ഷജറത്തുൽ വുജൂദിന്റെ മരം. ഈ മരത്തെ പറ്റി പല സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ മരം തഫറഅൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ നിന്ന് ശാഖ കെട്ടി വന്നതാണ്. മനസ്സിലായില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ നിന്ന് വന്ന മരമാണ് ഏത്? ഈ ലോകം മുഴുവനും. വഅന്നൽ ആലമ കുല്ലഹു, ആലം ലോകം മുഴുവനും, ലോകം ഖായിമുൻ ബിഹാ, ആ മരത്തിന്മേൽ നിൽക്കണ്. ജുംലത്തൻ മൊത്തത്തിലും തഫ്സീലൻ വിശദീകരിച്ചും, പൊതുവിലും. മനസ്സിലായില്ലേ? പൊതുവിലല്ലാതെയും. മനസ്സിലായില്ലേ? മൊത്തത്തിലല്ലാതെയും ജുംലത്തായിട്ടും തഫ്സീലായിട്ടും നിൽക്കും. ഈ ലോകം നിൽക്കുന്നത് എന്തുമലാണ്? ആ മരത്തുമലാണ്. ആ മരം എവിടെ നിൽക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നുകൂടി പറഞ്ഞുതരാം. അന്നൽ ആലമ കുല്ലഹു, ലോകം മുഴുവനും ഖായിമുൻ ബിഹാ, ആ മരത്തുമലാണ് നിൽക്കുന്നത്. ആ മരം തഫറഅത്ത്, ആ മരം ഫർആയി വന്നിട്ടുള്ളത് അൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ മരം എന്തുമലാണ് നിൽക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ മരത്തുമലാണ് ലോകം മുഴുവൻ നിൽക്കുന്നത്. വഅന്നൽ ആലമ കുല്ലഹു ഖായിമുൻ ബിഹാ, ലോകം മുഴുവനും ആ മരത്തുമലാണ് നിൽക്കുന്നത്. ജുംലത്തൻ വതഫ്സീല. ഇനി നോക്ക്. ഫഇന്ന മൻ അക്സറ മിൻ ദിക്രിഹാ റുസിഖൽ ഹൈബ ഇൻദൽ ആലമിൽ ഉലുവി വസ്സുഫ്ലി. അതുകൊണ്ട് ഈ വാക്കാര് അധികരിപ്പിച്ചാൽ അവനൊരു ഹൈബത്ത് അല്ലാഹു കൊടുക്കും. മനസ്സിലായില്ലേ? ഹൈബത്ത് കൊടുക്കും. താഴെയുള്ള ലോകത്തും ഹൈബത്ത് കൊടുക്കും, മേലുള്ള ലോകത്തും ഹൈബത്ത് കൊടുക്കും. ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിവിടെ കഴിഞ്ഞു പോയ കാലത്ത് ഇന്നത്തെ ഒരു വ്യത്യാസം വന്നതാണ്. ഇന്നിപ്പോൾ ഒരു സാധാരണ നമ്മളിടയിൽ അത്യാവശ്യം നിസ്കരിക്കണ നമ്മളോട് തന്നെ ഒരു വൃത്തികേട് പറയാൻ ഒരാൾക്ക് മടി ഉണ്ടാവില്ല. അതേ സമയത്ത് ഒരു 10-50 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ വയസ്സായി അടുത്ത കാലത്തൊക്കെ മരിച്ചുപോയ മനുഷ്യന്മാരോട് അവരെ മുഖത്തൊക്കെ കാര്യം പറയാൻ പറ്റൂല. എന്തേ? എന്നവർക്ക് വിവരമില്ല. ഹൈബത്ത്. ഞാൻ സിനിമക്ക് പോയിട്ടുണ്ട്, ഉമ്മാനോട് പറയാൻ പറ്റൂല. ചിലപ്പോൾ അമ്മക്ക് ഉള്ളറിയുണ്ട്, ഓൻ സിനിമ പോയിട്ടുണ്ട്. ഉമ്മ എന്നോട് പറയില്ല, ജുമാനോട് പറയില്ല. ഉമ്മാക്ക് നിനക്കിത് ഉമ്മാനോട് പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? സിനിമ ടാക്കീസിൽ പോയി സിനിമക്ക് പോയിട്ടുണ്ട് എന്ന് ഉമ്മാനോട് പറയാൻ പറ്റൂല. ഞാൻ പോട്ടെ, ഞാൻ സിനിമക്കോട്ടെ ഉമ്മ ചോദിക്കാൻ പറ്റൂല. ഇന്നിപ്പോൾ ഉമ്മാനോട് പറഞ്ഞിട്ടാണ് കുട്ടികൾ പോണത്. കുട്ടികൾക്ക് വേണ്ടിയില്ല. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു ഹൈബത്ത് ആർക്കില്ല. എവിടെ നിങ്ങളൊക്കെ വരുന്നത്? അത് പറയുന്നത് മനസ്സിലാവുണ്ടോ? ഇന്നത്തെ നമ്മളെ പ്രശ്നത്തിൻ്റെ വലിയ കാതൽ അതാണ്. ഇന്നിപ്പോൾ ഒരുത്തൻ്റെ ഉമ്മാനോട് ചീത്തക്ക് ചോദിച്ചു പോകാൻ അവന് എന്തില്ല, മടിയില്ല. ഈ ഉമ്മ 10ാം ക്ലാസ് മദ്രസ പാസ്സായതാണ്. ഈ ഉമ്മക്ക് 5 നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ സർക്കസ് കണ്ടുവരാമെന്ന് ഉമ്മാനോട് പറയാൻ ഒരു മടിയില്ല.
ഭാരത സർക്കസിൽ പെണ്ണുങ്ങൾ ട്രൗസർ ഇട്ട് ചാടുന്നത് കാണാൻ പോയി വരാമെന്ന് പറയാൻ മടിയില്ല. പഴയ കാലത്ത് സർക്കസ് എന്ന് പറയാൻ പേടിയാണ്. പറയാൻ പേടിയെന്നല്ല, പറയില്ല. ഹലാല് ചെയ്യാൻ പേടിയാ, പിന്നെ ഹറാം. ഇന്നൊരു ഒരു മഹലിൻ്റെ പ്രസിഡൻ്റായ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണിട്ടിട്ട് 15 ദിവസം പെണ്ണുങ്ങളോട് ഒന്ന് നോക്കാൻ പേടിയായി. കാരണം ഉമ്മി ബാപ്പിയ പേരിലുണ്ട്. ഇപ്പം ഹലാലല്ലേ പറയാൻ മനസ്സിലായില്ല. അവൻ നിക്കാഹ് ചെയ്ത പെണ്ണുങ്ങളോട് വർത്താനം പറഞ്ഞ ഹലാലല്ലേ? അല്ലേ? അല്ല കുട്ടികൾ ആണ്. പക്ഷെ അതേ സമയത്ത് ഉമ്മി ബാപ്പി ഉണ്ടായിരുന്നു, ഉമ്മാനി ബാപ്പാനൊരു പേടി. ഇന്നിപ്പോൾ പെണ്ണ് കണ്ട് നിശ്ചയിച്ചാൽ നിക്കാഹ് കഴിയുന്ന മുമ്പ് തന്നെ ഓളയും കൊണ്ട് പോവുകയാണ്. ഞാൻ പിന്നെ ഇപ്പം എന്താ പറയുക, ഞാൻ കോഴിക്കോട് ടൗണിൽ പോയി ഒക്കെ വസ്ത്രം എടുത്ത് കൊടുക്കാം. ആരാ പറഞ്ഞേക്കണത്? ആരോട് പറഞ്ഞാൽ പോയത്? സത്യമല്ലേ? പറയും സത്യമല്ലേ? ഒരു പെൺകുട്ടിയെ കെട്ടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉമ്മാനോട് ബാപ്പാനോട് പറയാൻ പേടിയാണ്. എങ്ങനെയോ വഴിഞ്ഞിട്ട് അറിഞ്ഞിട്ട് ഉമ്മയും ബാപ്പയും പറഞ്ഞിട്ടല്ലാതെ ഓളെ പരി പോയാളെ പെണ്ണാണാൻ കഴിയൂല. ഉമ്മയും ബാപ്പയും പറയണം. ആ പഴയ കാലത്തെ ആളുകൾക്കൊരു ഹൈബത്തുണ്ട്. ഒരു മുഖത്ത് നോക്കിയിട്ട് കാര്യം പറയാൻ ഒരാൾക്ക് കഴിയില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ചില മുഖം അങ്ങനെയാണ്. ഇപ്പം സിംഹം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നടക്കാൻ കഴിയും? എന്ത് മനുഷ്യന്മാരാ! സിംഹം നോക്കി നിൽക്കുമ്പോൾ ആനങ്ങനെ ചീറാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നടക്കാൻ കഴിയുമോ? പൂച്ചക്കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നടക്കാൻ കഴിയുമോ? ഇല്ലേ? പറയടോ. പൂച്ചക്കുട്ടി ഇങ്ങനെ നിൽക്കും, പൂച്ചക്കുട്ടി നിൽക്കുന്നു, ആട് ഇങ്ങനെ നിൽക്കുന്നു. ആന ഉണ്ട്, സിംഹമുണ്ട്. നിങ്ങൾ പൂച്ചക്കുട്ടിനെ മുന്നിൽ കൂടി പോകാൻ നിങ്ങൾക്ക് പേടിയില്ല, ആടിനെ ഇങ്ങനെ പേടിയില്ല. ആന അതൊന്നും ഇങ്ങനെ നോക്കി കരിഞ്ഞുപോയി. അപ്പം അതിന് സൃഷ്ടിപ്പിൽ അള്ളാഹു കൊടുത്ത ഹൈബത്താണിത്. ഇതൊരു അള്ളാഹു എന്ന ദിക്ർ കൊണ്ട് ഉണ്ടാക്കിയ ഹൈബത്താണ്. പറയാൻ കഴിയില്ല. അതാണ് ഇന്നത്തെ നമ്മളെ പരിയിലെ പ്രശ്നം. അതാണ് എന്ത് ചെയ്യാനും കുട്ടിയൊക്കെ മടിയില്ല. എന്തുകൊണ്ട്? ഉമ്മാക്ക് എന്തില്ല? പറയടോ, എന്താ നോക്കിയിരിക്കണേ? ഉമ്മാക്ക് എന്തില്ല? ഹൈബത്തില്ല. ഒരാൾക്ക് ഹൈബത്ത് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബിസ്മി കസറത്താക്കലാണ്. എന്നാ ഈ കിതാബ് നമ്മൾ വായിച്ചേ. ബിസ്മി അധികരിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തിന് മുഴുവൻ അടിത്തറ എവിടെയാണ് നിൽക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതൊരാൾ ദായിമാക്കുകയാണെങ്കിൽ ഒരു പേടി അവനുണ്ടാവില്ല. അവൻ എല്ലാവരും പേടിക്കും. കാരണം അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ബിസ്മി ദായിമാക്കുന്ന ആളാണ്. ഉറപ്പാണ് ഇതിൻ്റെ സത്യം. ഹലാലായ കാര്യം. പന്തളിക്കാൻ പോയി അസർ നിസ്കാരം കഴിഞ്ഞു, സ്കൂള് വിട്ടു, അല്ലെങ്കിൽ ഇന്ന് സ്കൂളില്ല. പന്തളി ഹലാലല്ലേ? പറയും മനുഷ്യന്മാരെ. പന്തകളി ടിക്കറ്റ് എടുത്തൊന്നല്ല, വായൻ്റെ ഇല കൊണ്ട് കിട്ടും, അത് പന്താക്കും. എന്നിട്ട് കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് അല്ലേ? പക്ഷെ ഉമ്മാനോട് അത് ചോദിക്കാൻ കഴിയൂല. ചങ്ങായിമാർ ബേക്കുന്ന ശരി പെൺകൊന്തനാണ്, ഉമ്മാനോട് ചോദിച്ച ചങ്ങായി നമുക്ക് പോയി ചോദിക്കാൻ കഴിയൂല. ഉമ്മാനോട് ചോദിക്കാൻ സിനിമക്കല്ല, എന്ത് ഞാൻ പന്തളിക്കാൻ പോട്ടമ്മാനോട് ചോദിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? ഉമ്മാന്റെ മുഖത്ത് അല്ലാഹു ഒരു പ്രകാശം കൊടുത്തിട്ടുണ്ട്. അതിനെനിക്ക് പേടിയുണ്ട്. അതോടെ എല്ലാ ജാതിക്കും പേടിയുണ്ട്. തോമാസ് ശ്ലീഹ വന്നപ്പോൾ കേരളത്തിൽ അനവധി ജനങ്ങൾ ക്രിസ്ത്യാനിയായി. എന്തുകൊണ്ട്? ആ പ്രകാശമാണത്. ആരാണ് ഈ തോമാസ് ശ്ലീഹ? ആരാണ്? ഈസാ നബിയുടെ ശിഷ്യൻ. മാലിക് നിറാർ വന്നപ്പോൾ കുറെ ആളുകൾ മുസ്ലിമായി. എന്തുകൊണ്ട്? ആ പ്രകാശമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതൊക്കെ സത്യല്ലേ? ആ പ്രകാശം അത് പടച്ചോന്റെ പ്രകാശമാണ്. അത് ക്രിസ്ത്യാനിയല്ലേ മറ്റല്ലേ എന്ന് വിചാരിക്കണ്ട. അവരൊക്കെ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരാണ്. അത് അള്ളാഹു വിശ്വസിച്ചവരാണ്. ഒരാൾ നബി ഈസാ നബിയും ഒരാൾ നബിയും മുത്തനബിയും വ്യത്യാസമേ ഉള്ളൂ. കാലം ഒന്ന് വേറെ, മറ്റൊരു കാലം AD 52 തോമാസ് ശ്ലീഹ കേരളത്തിൽ വരുന്നത്. കണ്ടൊരൊക്കെ മുസ്ലിമായി. വയലാറിട്ടാ ഇന്ന് വയലാറിന് പാട്ടപ്പിരിവ് നടക്കുന്നല്ലാതെ ആരെങ്കിലും നന്നാവും? ആരെങ്കിലും വയൽ പറയുന്ന വയലിൻ്റെ മുകളിൽ അച്ഛൻ എന്താ എഴുതുക? എന്താ വയലിൻ്റെ മുകളിൽ എഴുതുക? പറയൂ. പള്ളിയുടെ മൂത്രപ്പുര പൊളിച്ചതിൻ്റെ ധനശേഖരണാർത്ഥം. നിങ്ങളെന്നാകാനല്ല, നിങ്ങളെന്നാലും ഉദ്ദേശമല്ല. എന്ത് പറയൂ? വയൽ നടത്തിയ തന്നെ എന്തിനാ? ധനശേഖരണാർത്ഥം.
അത് ഈ പഴയ കാലത്ത് നാട്ടു സർക്കസുകാരുണ്ട്. നാട്ടു സർക്കസുകാര് പഴയ കാലത്തെ കവലകളിൽ വരും. ഞാൻ അങ്ങനത്തെ കുറേ സർക്കസുകൾ കണ്ടുവന്നിട്ടുണ്ട്. അതായത് എല്ലാ കവലകളിലും ഇവര് സർക്കസ് കളിച്ചു പോകും. നാട്ടു സർക്കസുകാർ വന്നു കഴിഞ്ഞാൽ വലിയ സർക്കസ് ഒന്നും ചെറിയ ഒരു കയറ് ആ മരത്തുമെന്ന് ഈ മരത്തുമ്പിലേക്ക് കെട്ടിയിട്ട് മുകളിൽ കൂടെ നടക്കും. ഒരു വളയം പിടിച്ചിട്ട് ആ വളയത്തൂടെ ഒരാൾ ചാടും. ഇതൊക്കെ സർക്കസ്. അതൊന്നും അത്ര വലിയ സംഗതിയല്ല. പക്ഷെ ഈ സർക്കസുകാർ വന്നാൽ ആദ്യം ചെണ്ട കൊട്ടും. എന്നാ ഒരു ചെണ്ടക്കാരല്ല, എന്തിനാ ചെണ്ട കൊട്ടുന്നത്? പറയേ ആള് കൂടാന്. പഴയ കാലത്തെ സ്വഭാവം അങ്ങനെയായിരുന്നു. എന്തിനും ചെണ്ട കൊട്ടും. എന്തിനും ചന്തക്കാർ വരും പഴയ കാലത്ത്. ഇന്നത്തെ പോലെ സ്ഥിരം ചന്തകളില്ല. ചന്തക്കാരിങ്ങനെ ഗ്രാമം നടക്കുക. ചന്തക്കാർ വന്നാൽ ആദ്യം ചെയ്യുക ചെണ്ടൊട്ടലാണ്. മദീന അങ്ങാടിയിൽ വെള്ളിയാഴ്ച ളുഹ്ർ ജുമാന്റെ നേരത്ത് ചന്തക്കാർ വന്നു. ചെണ്ടൊട്ടിയപ്പോഴോ അവരൊക്കെ ഇതുവരെ മുസ്ലിങ്ങളല്ലാത്തവരാണ്. ചെണ്ടൊട്ടിയ ഓടും. എന്തിന്? സാധനം വാങ്ങിയില്ലേ തെരുവാവും. നല്ല ഉള്ളിയും നല്ല സാധനങ്ങൾ അപ്പേ കിട്ടുള്ളൂ. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവര് ഓടും. ചെണ്ടൊട്ടിയ പണ്ടേ ഓടും. അങ്ങാടി എന്തോ വന്നിട്ടുണ്ട്, പോയോക്ക. إذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. ഈ ആയത്ത് പറഞ്ഞതാണ്. മദീനയിൽ ഹബീബ് വെള്ളിയാഴ്ച ഖുത്ബോദാണ്. ആര്? റസൂലുള്ളാഹ്. ജനങ്ങൾ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അറിവില്ല, പുതിയ മുസ്ലിമീങ്ങളാണ്. അപ്പോഴാണ് മദീന അങ്ങാടി ചെണ്ടൊട്ടിയത്. എന്നിട്ട് പോയി 12 ആൾ ബാക്കിയായി. അതുകൊണ്ടാണ് കുടുങ്ങി കൊടുത്ത് എന്ത് മതി? മനസ്സിലായില്ല? കുടുങ്ങി കൊടുത്ത് എന്ത് മതി? 12 ആളെ കൊണ്ടും ജുമാ നടത്താമെന്ന് മദ്ഹബ് വന്ന്. റസൂലുള്ളാഹിന്റെ മുന്നിൽ എത്രയാ ഖുത്ബ കേൾക്കാൻ ആളുള്ളൂ? 12 ആൾ ബാക്കിയൊക്കെ പറഞ്ഞു. അവർ കണ്ടു കഴിഞ്ഞാൽ തിജാറത്തൻ, കച്ചവടത്തെ, ഔലൗവൻ അല്ലെങ്കിൽ കളിത്തമാശയെ, ഇംഫളു ഇലൈഹ, അതിലേക്ക് അവർ ഒഴുകും. ഒത്തറക്കൂക്ക, അങ്ങേ അവർ ഒഴിവാക്കും. ഖായിമൻ, അങ്ങ് നിൽക്കന്നെ. ഇതാണ് ഈ ആയത്തിനാണ് ലക്ഷ്യം പിടിച്ചത്. ഏത് കാരണവശാലും ജുമാ ഖുത്ബയിൽ ഖതീബ് ഇരിക്കാൻ പാടില്ല. ഒത്തറക്കൂക്ക ഖായിമ, ഖതീബൊന്നുമല്ല, ഖായിമെന്നാണ്. അപ്പോൾ ഖുത്ബയാണെങ്കിൽ ഷർത്താണ് എന്ത്? ഖിയാമ്. മനസ്സിലായില്ല? ഖുത്ബയാകണമെങ്കിൽ 50 കൊല്ലം ഖത്തീബാണ്. ഇപ്പൊ ഉപരിക്ക് വയ്യെന്ന ഉപരി ഇരുന്നോട്ടെ, നടക്കൂല. പിന്നെ അടുത്ത വാക്ക് ഈ തമാശയെക്കാളും ഈ കച്ചവടത്തെക്കാളും അള്ളാന്റെ അടുക്കലുള്ളതാണ് നിങ്ങൾക്ക് നല്ലത്. വല്ലാഹു ഖൈറുർ റാസിഖീൻ, ഏറ്റവും നല്ല റിസ്ക് കൊടുക്കുന്നവൻ ചന്തക്കാരല്ല. പറയ്, അല്ലാഹുവാണ്. ഈ ആയത്തങ്ങളുടെ കാരണം പറഞ്ഞത് എന്തുകൊണ്ട്? ചെണ്ട. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്ത് വന്നാലും ചെണ്ട ഒട്ടും. പഴയ കാലത്തെ സ്വഭാവം എന്നതുപോലെയാണ് നമുക്ക് വേണ്ടത്. ചെണ്ടൊട്ടിലാണ്. എന്തിനാ ചെണ്ടൊട്ടിയത്? ആളുകൂടാന്. ചന്തക്കാരെന്തേ ചെണ്ടൊട്ടിയത്? ആളുകൂടാന്. സർക്കസേരെന്തേ ചെണ്ടൊട്ടിയത്? ആളുകൂടാന്. നമ്മളെന്തിനാ വേല പറഞ്ഞത്? നമ്മൾ മൂത്രമാത്തി എന്താക്കാൻ വേലെന്തിനാ വന്ന്? അത് നമ്മുടെ ചെണ്ടയാണ്. മനസ്സിലാണ്ട് പറഞ്ഞ അത്രയും നമ്മൾക്കിനി വരുള്ളൂ. യാവും പകൽ വേല നോക്കും, ഹൈബത്തില്ല. പഴയ കാലത്ത് അങ്ങനെയല്ല. ഈ നൂറാനിയത്ത് പണിയാണ് കൊടുക്കും. ആ മനുഷ്യനെ അള്ളാഹു മാറ്റും. ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്നും പറയാൻ ഒരാൾക്ക് കഴിയില്ല. ഒറ്റക്കല്ലേ വരുന്നത്? തോമാശ്രീയ ഒറ്റക്കല്ലേ വന്നത്? എന്നിട്ട് ജനങ്ങൾ ഇത്ര വ്യത്യാസം വന്നു. എൻ്റെ ആസ്ൽ ഷജറത്ത് അള്ളാഹുവിന് കൊടുത്തു. എത്ര നാടുകളിലേക്ക്. സഅദ് ഇബ്നു അബീ വഖാസാണ് ചൈനയിലേക്ക് പോയത്. ഇന്ന് എത്ര ലക്ഷം, എത്ര ദശലക്ഷം മുസ്ലിമീങ്ങളാണ് ചൈനയിലുള്ളത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആരാ പോയത്? ഒരു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? ഒരു ഉഖബത്ത് ബിൻ നാഫിയാണ് മൊറോക്കോയിലേക്ക് പോയത്. ഒരു താരിഖ് ബിൻ സിയാദാണ് സ്പെയിനിലേക്ക് പോയത്. പിന്നെ അങ്ങോട്ട് കൂടിയില്ലേ? എന്തുകൊണ്ട്? അവരെ കണ്ടാൽ എതിര് പറയാൻ പറ്റൂല. ഇത് ഈ അടുത്ത കാലത്ത് നമ്മൾ മരിച്ച മാർക്ക് വരെ ഉണ്ടായിട്ടുണ്ട്. ഉമ്മാൻ്റെ മുഖത്ത് നോക്കിയിട്ടൊരു കാര്യം തെറ്റ് പറയാൻ പറ്റില്ല. ഹലാലെന്ന് പറയാൻ പറ്റില്ല.
എല്ലാ ഹലാലും തന്നെ മനോട് പറയാൻ പറ്റൂല. നമുക്ക് ഹലാലാണെങ്കിലും നമുക്ക് എടുക്കൽ മാക്കും ബാപ്പാക്കും ഇഷ്ടമില്ലാത്തതുണ്ടാവുമല്ലോ. ഇപ്പൊ പന്തളിക്കോ ഹലാലിനെ ആശ്രമേഷം ഒന്ന് പാഞ്ഞു കളിച്ചു, അത് തെറ്റൊന്നും അല്ലല്ലോ. പക്ഷെ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ്ട് കഴിയൂല. പള്ളിയൊക്കെ പോയിട്ട് പിന്നെ അവിടെ നിന്നാണ് പോയിട്ട് കളിച്ച് നേരം വൈകിട്ട് 2 ചീത്ത വെക്കും. എന്തേ ഞാൻ പള്ളിയിൽ പോയി ഓലെല്ലാവരും എന്നെ നിർബന്ധിച്ച് ഞാൻ അങ്ങനെ പന്തളിക്കാൻ പോയി ചോദിച്ചു പോകാൻ കഴിയൂല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കാം. തന്നെ തല്ലൊന്നുമില്ല, തല്ലണ്ട. തല്ലണ് ഹൈബത്തുണ്ട്. കൽബിന്റെ ഉള്ളിൽ അള്ളാഹു ഉണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ഇസ്മുണ്ടെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു താല ഒരു ഹൈബത്ത് റസഖല്ലാഹു അൽ ഹൈബത ഇൻദൽ ആലമിൽ ഉൽവി വസ്സുഫലി, മുകളിലുള്ള ലോകത്തും താഴെയുള്ള ലോകത്തും അള്ളാഹു അയാൾക്ക് ഒരു ഹൈബത്ത് കൊടുക്കും. ഈ ഹൈബത്ത് അനക്ക് എവിടെ ഉണ്ടാവും? മണ്ണിന്റെ അടിയിൽ. എല്ലാരോടും ചോദിക്കണമാതിരി മറപ്പുക്കാനോട് ചോദിക്കൂല. അങ്ങനെയുള്ള തമാശയുടെ വേണ്ടിയോ നിങ്ങൾ പറയുന്നത് നമുക്കറിയാം, എന്നാലും നമ്മളെ ഡ്യൂട്ടിയല്ലേ മറബുക്ക. അങ്ങനെ ചോദിച്ചൂടെ? മുങ്കർ നക്കീറിന് ഡ്യൂട്ടി എടുക്കുക അന്നേക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തൊക്കെ വർത്താനം? അന്നാണല്ലേ ഇപ്പോൾ പുതിയ ഖബറിലെത്തിയത്. നിങ്ങളെ പേര് ലിസ്റ്റ് കണ്ടപ്പോൾ വന്നതാണ്. നിങ്ങളെ നമുക്ക് പണ്ടേ പരിചയം ഉണ്ടല്ലോ. എന്തുകൊണ്ട് പരിചയം ഉണ്ടാവുമല്ലോ. എല്ലാ ദിവസവും മുങ്കർ നക്കീറിനും ഫത്വ ഓതുമല്ലോ മുഅ്മിനീങ്ങൾ. പിന്നെ അവിടുന്ന് കൊടുങ്ങണ്ട. നമ്മുടെ മേലെ ബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ പറയാൻ നിൽക്കണ്ട. ഞാൻ പണ്ടേ പറഞ്ഞിട്ട് 10 മലക്കൾക്കും എല്ലാ ദിവസവും ഫത്വ ഓതാണ്. പണ്ടേ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതൽ ചെയ്യാനുള്ള ഒരു കൈ നോക്കിക്കോളി. പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ഫാത്വ ഒറ്റ 10 ആളും കൂടി ഒറ്റ വക്ക് ഇലാ ഹദറത്ത് സയ്യിദനാ ജിബ്രീൽ വമീകായിൽ വഇസ്രാഫിൽ അസ്രായിൽ വമുൻകരി വനക്കീരി വറഖീബ് വഅതീം വമാലിക്കിൻ വൽവാൻ അൽ ഫാത്തിഹ. ഒറ്റ ഫാത്തിഹ. ഞാൻ അവിടെ നിന്ന് കാണുമ്പോൾ നമ്മൾ അറിയില്ല എന്ന് പറയണ്ട. സ്വർഗത്തിന് വാതിൽ കയറുമ്പോൾ ഇജി എവിടെ നിന്ന് വന്നു ഇജൊക്കെ പോയി കൂടുതലുണ്ടോ? അതാ പിന്നെ വേറെ വരമ്പ് ചാടിയാണ് പാഞ്ഞ് ഇവിടെ ഉള്ളു കൂടി കയറിയതാണോ അങ്ങനെ എനിക്കറിയില്ലല്ലോ. അതേ സമയത്ത് ആ വഴിക്ക് വരുമ്പം റിൽവാന് ചിരിക്കും. നമ്മളെ പരിചയമുള്ള കുട്ടിയാണ്. എനിക്ക് ദുനിയാവിലായിരുന്ന കാലത്ത് എനിക്കൊരു ഫാത്തിഹ ഓതിയിട്ടുണ്ട്. എന്താ ഓതിയത്? എന്താ ജിബ്രീൽ അലൈഹിസ്സലാമത്തിന്? ജിബ്രീൽ അലൈഹിസ്സലാം ഇല്ലെങ്കിൽ എനിക്ക് അള്ളാഹ് പറയാൻ കഴിയും. ആ മഹാനല്ലേ ഈ ഭൂമിയിൽ അള്ളാഹ് എത്തിച്ച്. ഈ അള്ളാഹ് നാമ ഈ ഭൂമിയിൽ എത്തിച്ചതാരാ? പറയാം അള്ളാഹ്. എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മാൻ്റെ എന്നെ ജിമാഅ് ചെയ്യാൻ കയറിയപ്പോൾ ബിസ്മി അലിയിക്കണമെങ്കിൽ കാരണക്കാരനാരാ? പറയട്ടു. ആരാ കാരണക്കാരൻ? ജിബ്രീലല്ലേ. എൻ്റെ ഉമ്മാൻ്റെ ശരീരത്തിലേക്ക് ഇജി പുറക്കാൻ കാരണമായി ബാപ്പാൻ്റെ മുതുകിലുള്ള നുത്തുഫത്ത് ഉമ്മാൻ്റെ റഹ്മിലെത്തിയിട്ടല്ലേ ഇജുണ്ടായത്. അതിന് കാരണമായ ജിമാഅ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് എൻ്റെ ബാപ്പ ബിസ്മി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരനാരാ? ആ ജിബ്രീലിനെ എങ്ങനെ മറക്കുക? ചില മലക്കളെ ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കണ്ടാവും. ഇപ്പോൾ ഈ കൊല്ലം ഈ റമദാനിനെ നമുക്ക് കാണേണ്ടതുണ്ടല്ലോ. ആരെ റമദാനിൽ ആരെ കാണണം? മൊലാലിനെ. റമദാനിൽ ആരെ കാണണം? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. റൂഹുൽ അമീൻ ആരാ? സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ ജിബ്രീൽ എൻ്റെ കൈ പിടിക്കും. വിചാരിയണ്ട, ജിബ്രീൽ എൻ്റെ അടുത്ത് വരും. ജിബ്രീൽ അലൈഹിസ്സലാം നിൻ്റെ അടുത്ത് വരും, വന്നിരിക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ മുഴുകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പേടിക്കണ്ട. അപ്പോൾ എന്തൊരു ഫാത്തിഹ ഓതിയാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 10 മലക്കൾക്കും കൂടി ഒറ്റ ഫാത്തിഹ ഓതിയാൽ മതി. എപ്പോഴെങ്കിലും പഴയകാലം മുതലേ ക്ലാസ്സിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, 10 മലക്കൾക്കും കൂടി ഫാത്തിഹ. കാരണം അവരെ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റൂല, ഒഴിവാക്കാൻ പറ്റൂല, അഭിമുഖീകരിക്കാതിരിക്കാൻ പറ്റൂല. ഇവർ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ നമ്മളടുത്ത് വരുന്നുണ്ട്. മീകായിൽ അള്ളാഹു ഏൽപ്പിച്ചത് റിസ്ക്. ഇസ്രാഫിൽക്ക് ആളം പിടിച്ച് നിൽക്കുകയാണ്. അസ്രായിൽ നമ്മളടുത്ത് വരും, ഉറപ്പ്. മുൻകർ നക്കീർ വരും. റഖീബ് അതീദ് നമ്മളെ കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? മാലിക് നമ്മൾ ഒഴിവാക്കണം, എന്നാലേ റിദ്വാൻ സ്വീകരിക്കുള്ളൂ. പോയിക്കോ, എൻ്റെ ലിസ്റ്റില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മാലിക് വരണം, എൻ്റെ ലിസ്റ്റ് ഇവിടെ ഇല്ല. നരകം വഴിയാണ് കൊടുക്കുക. മനസ്സിലായില്ല? നരകം വൈമിൻകുമില്ല വാരിദുഹ. നരകത്തിൻ്റെ അടുത്ത് വരാത്ത ഒരാളുണ്ടാവില്ല. ആ വഴിയാണ് ഇവിടേക്ക് പോവുക. നരകത്തിൻ്റെ ഏരിയയിൽ എത്തിയിട്ട് മാലിക്ക് എന്ത് പറയണം? കേടി ലിസ്റ്റിലില്ല, പോയിക്കോ. അപ്പോൾ റിദ്വാൻ ചിരിച്ച് സ്വീകരിച്ചു. നരകത്തിൻ്റെ
പഠിക്കുന്ന ഏരിയക്ക് നമ്മൾ പോകേണ്ടി വന്നില്ല. അൽഹംദുലില്ല. അങ്ങനെയല്ല, ഇത് കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ലാസ്റ്റ് സമ്മാനം സ്വർഗം സമ്മാനമാണ്. അപ്പോഴത്തിന് എന്തൊക്കെ കടം പറയണം ഉണ്ട്. ബിസ്മി കൊണ്ട് നടന്നോളി എപ്പോഴും. മുൻഗാമികളായ സാലിഹത്തുകളായ പെണ്ണുങ്ങൾ, ഉമ്മമാര്, ബാപ്പമാര്, അവർക്ക് അവരുടെ നിത്യജീവിതത്തിൽ ഉണ്ടായിരുന്നതാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഒരാൾ ദായിമായി കൊണ്ടിടക്കുകയാണെങ്കിൽ അവന്റെ മുഖത്തിനൊരു പ്രത്യേക ഹൈബത്ത് ഉണ്ടാവും. അവനോട് ആ ഒരു വൃത്തിയോട് ഒരാൾക്ക് പറയാൻ പറ്റൂല. ഒരു സിനിമാ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇവന്റെ വരുന്നുണ്ട്, അവർ നിർത്തും. എന്റെ ഓൻ കേൾക്കാൻ പാടില്ല. ഓന് പ്രായം, ഇവരൊക്കെ പ്രായം തന്നെയാണ്, പക്ഷെ അവന്റെ മുഖത്തിൽ പ്രത്യേക ഹൈബത്തുണ്ട്. മനസ്സിലായില്ലേ? ഈ ഹൈബത്ത് അല്ലാഹു തആല ബിസ്മിന്ന് കൊടുത്തിട്ടുണ്ട്. പലതിൽ നിന്ന് കിട്ടും. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് എന്ത്? ബിസ്മി. റസഖല്ലാഹു ലഹുൽ ബിസ്മി ഒരാൾ അധികരിപ്പിച്ചാൽ റസഖല്ലാഹു ലഹുൽ ഹൈബ, അല്ലാഹു അദ്ദേഹത്തിന്റെ മുഖത്തിനൊരു ഗാംഭീര്യം കൊടുക്കും. പിന്നെ ആ ഗാംഭീര്യം അമ്മാക്കും ബാപ്പാക്കും ഉണ്ടായാൽ തന്നെ കുട്ടികൾ നിയന്ത്രിക്കപ്പെടും. ഇന്നിപ്പോ കുട്ടികളോട് പറഞ്ഞാൽ കേൾക്കൂല. കാരണം ഇങ്ങനത്തെ ഒരു ഹൈബത്ത് മുഖത്ത് ബാപ്പാക്കും ഇല്ല, അമ്മാക്കും ഇല്ല. ബാപ്പ സിനിമ പോയി കണ്ടു വന്നിട്ട് നല്ല സാറിൻ്റെടാ ഇജ്ജ് പോണില്ലേ എന്ന് ചോദിച്ച ബാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാപ്പ കണ്ടു വന്നിട്ടാണ് വെള്ളിയാഴ്ച സിനിമ മാറുന്നതിനനുസരിച്ച് ബാപ്പ പോയി കാണും. ബാപ്പ കുപ്പായ കൈയൊക്കെ പൊളിച്ച് ടിക്കറ്റ് എടുത്ത് കയറി കണ്ടിട്ട് പേരിൽ വന്നിട്ട് പറയും മകനോട്, മകനേ ഉള്ളൂ പോയിക്കോന്നു. അവസാനം ബാപ്പ കടപ്പിലായിട്ട് മകൻ ഉപകരിച്ചാനല്ല, ഉപകരിക്കില്ലല്ലോ. എങ്ങനെ ഉപകരിക്കും? അതേസമയത്ത് എൻ്റെ ബാപ്പാൻ്റെ കബറിങ്ങ ചെല്ലുന്ന ഒരു പേടിയാണ്. എണീറ്റ് തല്ലുവാണ് ഒരു എപ്പോഴും. എൻ്റെ ബാപ്പാൻ്റെ കബർ എനിക്ക് പേടിയാണ്. ഒന്നിട്ടൊക്കെ ഹൈബത്ത്, ഒരു ഹൈബത്ത് അള്ളാഹു കൊടുക്കുക. അള്ളാഹു ഒരു മനുഷ്യ ഹൈബത്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഹൈബത്ത് കണ്ട ആളുകൾപ്പെട്ട ഒരാൾ എൻ്റെ ബാപ്പയാണ്. ഒരു വർത്താനം പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് വിചാരിച്ച് ധൈര്യം സംഭരിച്ചു വന്നാൽ ബാപ്പാൻ്റെ അടുത്തെത്തിപ്പോഴത്തിന് പാസ്സാതായി പോകും. പറയാൻ കഴിയില്ല. സത്യല്ലേ അഷ്റഫെ? ഈ അഷ്റഫിനോട് പറഞ്ഞിട്ടുണ്ട് ഓൻ്റെ ബാപ്പാനെ പറ്റി പറയാൻ പറ്റൂല. അവർ ദീനുള്ള ആളുകളാണ്. അവർ മുഖത്തൊക്കെ നമുക്ക് പറയാൻ കഴിയില്ല. അത് സത്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും പേടിച്ച എൻ്റെ ബാപ്പാനെ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും സ്നേഹം എൻ്റെ ബാപ്പാനെയാണ്. ഇപ്പോഴും കബറിനെ ചിലപ്പോൾ പേടിയാണ്. എൻ്റെ ബാപ്പാൻ്റെ കബറിൻ്റെ അടുത്ത് കിടക്കണമെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ ഹൈബത്തുള്ള മനുഷ്യന്മാരാണ്. അവരെല്ലാവർക്കും പേടിയാണ്, എല്ലാവർക്കും പേടിയാണ്. അതിന് മൊത്തം നോക്കിയ ഒരു പ്രത്യേക ഹൈബത്തുണ്ടാവും. എവിടുന്ന് ഹൈബത്ത് കിട്ടിയ? ദീനിൽ നിന്ന്. ഒരാൾക്ക് ദീനുണ്ടെങ്കിൽ ഹൈബത്ത് ഉണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ നിന്നാണ് ഷജറത്തുൽ വജൂദ് ഉള്ളത്. ആ ഷജറത്തുൽ വജൂദിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അസ്ലായ ഷജറത്തുൽ വജൂദിന്റെയും അസ്ലാണ് എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതൊരാൾ ദായിമാക്കിയാലോ, അതൊരു വ്യക്തി ദായിമാക്കിയാൽ ആ വ്യക്തിക്ക് അല്ലാഹു ഹൈബത്ത് നൽകും. ഒരു വൃത്തികേട് അവന്റെ മുന്നിൽ പറയാൻ ഒരാൾക്ക് കഴിയില്ല. അങ്ങനത്തെ ഹൈബത്തുള്ള മനുഷ്യന്മാരുണ്ടാകുമ്പോൾ പോലീസുകാരെ പേടിക്കും. എൻ്റെ വാപ്പ ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു മഹല്ല് പ്രസിഡന്റ് രാവിലെ കഞ്ഞിയും കുടിച്ച് കസേര കിടക്ക വയസ്സൻ. എൻ്റെ വാപ്പനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോലീസുകാർ വന്നു, മുറ്റത്ത് നിന്നു. അപ്പോൾ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ മുപ്പരിങ്ങനെ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഒരു മഹല്ല് പ്രസിഡന്റ് 50-60 കൊല്ലം മുമ്പുള്ള സംഭവം. 60-70 കൊല്ലം എൻ്റെ വാപ്പനോട് പറഞ്ഞാണ് ഈ സംഭവം. ഒരു മഹല്ല് പ്രസിഡന്റ്, ആ മഹല്ല് അവസാനിപ്പിക്കുക ഒരു മിനിറ്റ്. ആ മഹല്ല് പ്രസിഡന്റ് രാവിലെ കഞ്ഞി കുടിച്ച് കിടക്കുകയാണ് കസേരയിൽ. ആ നാട്ടിൽ പ്രധാനപ്പെട്ട ആളുമാണ്. അപ്പം അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? പോലീസുകാർ 2 ആൾ വന്നു. എന്ത് ചെയ്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ പെറ്റീഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ മഹല്ലിൽ ഒരു കൊലപാതകത്തിലാണ് ഒരാളെ വിഷം കൊടുത്ത് കൊന്നിട്ടാണ് മറവ് ചെയ്തത്. അതുകൊണ്ട് കബർ കുഴിച്ചിട്ട് കബർ കളിച്ചിട്ട് മയ്യത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം, അതിന് വന്നതാണ്. അപ്പോൾ മൂപ്പര് പോലീസുകാരെ നോക്കിയിട്ട് എൻ്റെ ബാപ്പനോട് പലവട്ടം പറഞ്ഞതാ, ഈ മനുഷ്യൻ ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ട്രോളും,
നിന്റെ ബാപ്പ എന്നോട്, ബാപ്പ മാത്രമല്ല ഇതറിയുന്ന ആളുകൾ വേറെയുണ്ട്, ഈ ഞാൻ അറിയുന്ന ആളുകൾ, ഈ സംഭവം അറിയുന്ന ആളുകൾ. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഇന്റെ മഹലിൽ കുഴിച്ചിടുന്ന പണി മാത്രമേ മനുഷ്യന്മാർക്കുള്ളൂ, മാന്തന പണി ഇസ്രാഫീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിക്കൂടെ എന്നാണ്. പോവുകയും ചെയ്തു. എന്ത് അതിന് മാത്രം ഉണ്ടാ മനുഷ്യൻ? ആ മനുഷ്യൻ അതിന് മാത്രം ഉണ്ട്. എൻ്റെ പേര് ഗാന്ധിജിയെ, ഇവിടെ ഇത്ര ആളുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തൊരു ഗാന്ധിജിയെ മാത്രമേ നമുക്ക് ഇത്ര ഒരു ബഹുമാനം ഉണ്ട്. അങ്ങനെ ഒരു കാരണമുണ്ട്. എന്തല്ലേ ഇല്ലേ? കാരണമുണ്ട്. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആളെ പോലെ അല്ല, കാരണം ഉണ്ടാവും. അത് റബ്ബ് കൊടുക്കണതാണ് കാരണം. അതിനൊന്നും ഞങ്ങൾ ഒന്നും പറയണ്ട, ഈ കാരണമുണ്ട്. നമ്മൾ കോൺഗ്രസ് അല്ല, ഞാൻ കോൺഗ്രസ് ആയിട്ടില്ല, എൻ്റെ ജീവിതത്തിലൂടെ ആകണമില്ല. പക്ഷെ എനിക്ക് ആ മനുഷ്യന്മാരെ ബഹുമാനമാണ്. ഗാന്ധിജി, നെഹ്റു, ഇന്ദിരാഗാന്ധി ഇവരൊക്കെ എനിക്ക് ബഹുമാനമാണ്. അവർ ഹിന്ദുക്കളാണ്, ആയിക്കോട്ടെ. അപ്പോൾ എനിക്കൊരു ബഹുമാനമാണ്. എന്തുകൊണ്ട്? അവരിൽ പടച്ചോന് ഒരുപാട് നന്മ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മനുഷ്യന്മാരെ ബഹുമാനിക്കാൻ നമ്മളെ കടമയാണ്. കാരണം അവരെ കൊണ്ട് ഈ ഭൂമിയിൽ എന്തുണ്ടായിട്ടുണ്ട് പറയടോ, എന്തുണ്ടായിട്ടുണ്ട്. അതേ ഇന്ന് നമ്മളെ സ്വന്തം പാർട്ടിയിൽ മുന്നിൽ നിൽക്കുന്ന ആളെ നമുക്ക് ബഹുമാനം ഉണ്ടാവില്ല. അതിന് മറ്റൊരു പാർട്ടിയിലെ നേതാവിന് ബഹുമാനമുണ്ട്. അവർ ഗാന്ധിജി, നെഹ്റു, ഇന്ദിരാഗാന്ധി എനിക്കവരെ ബഹുമാനമുണ്ട്. ഹിന്ദുക്കളല്ലേ, എന്ത് ഹിന്ദു എന്ത് മുസ്ലിം. അവരെ കാണുമ്പോൾ അവരെ പറ്റി പറയുമ്പോൾ ഒക്കെ ഹിന്ദുവാണെന്ന് പോലും ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവരെ കൊണ്ട് എന്തൊക്കെ നന്മ ഭൂമിയിലുണ്ടായത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നന്മയാണത്. ആ നന്മ കാരണം പോലീസുകാർക്ക് അത് മതിയാവും. അവർ റെക്കോർഡ് എഴുതിയേക്കും, നാട്ടുമുപ്പൻ എങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോന്നു, അന്ന് അത് മതി. മനസ്സിലായില്ല? പോലീസുകാർ അത് മതി. ആ പെറ്റീഷൻ തന്ന ആൾക്ക് രണ്ടാമത് അന്വേഷിക്കാൻ വരുമ്പോഴും ഇവർക്ക് ഇത് പറഞ്ഞാൽ മതി. എന്ത്? ഞങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ചെന്നു, നാട്ടുമുപ്പൻ. അക്കാലത്ത് നിയമം ഉണ്ടാവും, ഇവരെ സമ്മതമല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, ആ നാട്ടിൽ കാര്യം ചെയ്യാൻ പാടില്ല. അക്കാലത്തൊക്കെ നിയമങ്ങളുണ്ടായിരുന്നു. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്താണെങ്കിൽ പോലും അതൊക്കെ പേടിയുണ്ട്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ മനുഷ്യന് കസേരന്ന് എണീറ്റില്ല. എന്റെ വയലിൽ കുഴിച്ചിരുന്ന പണി മാത്രമേ മനുഷ്യന്മാർക്കുള്ളൂ, മാന്തന പണി ഇസ്രാഫീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ പോയിക്കോളി. സത്യല്ലേ? മാന്തലാരാ? ഇസ്രാഫീലനാണല്ലോ. അതാണ്. അന്ന് നമ്മൾ എണ്ണത്തിൽ കുറവാണ്, ഇന്ന് നമ്മൾ പള്ള നിറച്ചാണ്. അന്ന് നമുക്ക് പൈസ ഇല്ല, അന്ന് നമുക്ക് ചോറില്ല. ആകെ ഒരു ചോറിക്ക് ലേശം തേങ്ങ ഇട്ടിട്ട് തേങ്ങാച്ചോറാക്കലേ ഉള്ളൂ. പിന്നെ കൊല്ലത്തിൽ ചെറിയൊരുനാളിന് തേങ്ങാച്ചോറും വലിയൊരുനാളിന് നെയ്ച്ചോറും. കൊല്ലത്തിൽ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുള്ളൂ. ഇന്ന് മന്തിയും കുന്തിയും തിന്നിട്ട് നമുക്ക് ഒഴിവില്ല. നമ്മളെ ചൊറുക്ക് എന്ന് പറഞ്ഞാൽ പെരുഞ്ചൊറുക്കാണ്. എത്ര മൂല്യന്മാർ, എത്ര തങ്ങന്മാർ, എത്ര കൂട്ടക്കാർ, എത്ര വലിയ വലിയ മഹാന്മാർ എത്രയാണ് നമ്മളെ സമുദായത്തിലുള്ളത്. എന്നിട്ട് എന്താ പറയണത്? എന്നിട്ടിപ്പോൾ എന്താ പറഞ്ഞത്? എന്താ പ്രശ്നം? ഹൈബത്തുള്ള ഒരാൾ പള്ളിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ആരും നിങ്ങളെ വില വെക്കൂല. പള്ളിയിൽ പോലും ഹൈബത്തുള്ള ഒരാൾ ഉണ്ടാവില്ല. 20 കൂടുതൽ ആളുകളോ ഒരു ജമാഅത്തിൽ ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കും. അള്ളാഹുവിനെ ഓർത്തിട്ട് ഒരു മുഖഗാംഭീര്യമുള്ള മനുഷ്യൻ ആ കൂട്ടത്തിൽ ഉണ്ടാവൂല. എന്തേ? ഉള്ളിൻ്റെ ഉള്ളിൽ യഖീനില്ല. മുഖാമികൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ യഖീനുണ്ട്, അതുകൊണ്ട് അവർക്ക് ബിസ്മി കൊണ്ട് നടക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ദാഇമൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.